പോക്കോ എന്ന് പറയുന്നത് എംഐയുടെ ഒരു സബ് ബ്രാൻഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നല്ല ക്യാമറയും അത്യാവശ്യം നല്ല പ്രോസറൊക്കെ ആയിട്ട് കുറച്ച് വില കൂടുതലാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോണുകളാണ് അവർ ഇതുവരെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റ് സെഗ്മെന്റിൽ, അതായത് ഒരു 8000 താഴെ ഒരു 7500 രൂപ സ്റ്റാർട്ടിങ്ങിൽ ഇറക്കുന്ന ആദ്യത്തെ ഫോണാണ് പോക്കോ C3. ബഡ്ജറ്റ് സെഗ്മെന്റിലോട്ട് വരുമ്പോൾ ഇവർ ഈ പറയുന്ന ക്യാമറ ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രോസസറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഫോൺ വരുന്നത് 2 വേരിയൻറ്റിലാണ്. 3GB റാമും 32GB മെമ്മറിയും അതുപോലെ തന്നെ 4GB റാമും 64GB മെമ്മറിയുള്ള വേരിയൻറ്റ്. സിം എജക്ട് ചെയ്യാനുള്ള ടൂൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പേപ്പർ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ടായിരിക്കും ഇതിനകത്ത് കവർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫോണിൻ്റെ ബാറ്ററി വരുന്നത് നമുക്ക് 5000 mAh ആണ്. ചാർജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ആമ്പിയറിൻ്റെ സാധാരണ നോർമൽ ചാർജറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ ഫുള്ളായിട്ടൊന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. ചാർജിങ്ങിനും അതുപോലെ തന്നെ ഡാറ്റാ സിങ്കിങ്ങിനുമായിട്ടുള്ള കേബിളാണ്. സാധാരണ USB കേബിളാണ്, USB Type-C കേബിൾ അല്ല. ഫോൺ നമുക്ക് വരുന്നത് 2 വേരിയൻറ്റിലാണ്. 3GB റാമും 32GB മെമ്മറി, അതുപോലെ തന്നെ 4GB റാമും 64GB മെമ്മറി വരുന്ന വേരിയൻറ്റ്. നമുക്ക് 3GB റാമുള്ള മോഡലിൽ വരുന്നത് 7500 രൂപയും അതുപോലെ തന്നെ 4GB റാം വേരിയൻറ്റ് വരുന്നത് ഏകദേശം 9000 രൂപയാണ്. ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡ് ഫോണാണ്. ഫുൾ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇതിൽ മെറ്റലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരിക്കലും ഒരു മെറ്റൽ ഫോൺ കിട്ടില്ല. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം, ഇതിൻ്റെ ക്യാമറയുടെ കുറച്ച് താഴത്തായിട്ടുള്ള കുറച്ച് ഭാഗം നമുക്ക് വരുന്നത് ഗ്ലോസി ഫിനിഷും അതുപോലെ തന്നെ താഴത്തായിട്ടുള്ള കുറച്ച് ഭാഗം വരുന്നത് മാറ്റ് ഫിനിഷുമാണ്. ഈ മാറ്റ് ഫിനിഷ് ആയ കാരണം നമുക്ക് ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ അട്രാക്ട് ചെയ്യില്ല. പെട്ടെന്ന് നല്ല ഇതിൽ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊന്നും അട്രാക്ട് ചെയ്യത്തില്ല. പ്ലാസ്റ്റിക് ബിൽഡ് ആണെങ്കിലും നമുക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഫോണാണ് വരുന്നത്. നമുക്കൊരു ഒരിക്കലും ഒരു 7500 രൂപ വിലയുള്ള ഫോണാണ് നമ്മൾ കയ്യിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ബാക്ക് സൈഡിൽ കാണുന്ന ക്യാമറ ലേഔട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് വളരെ സ്റ്റൈലിഷ് ലുക്കാണ്. ഒരു പിക്സൽ 4 ഒക്കെ ലുക്ക് തരുന്നുണ്ട് നമുക്ക്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ USB കേബിളാണ് വരുന്നത്. നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന 7500 രൂപയുടെ ഫോണിലൊക്കെ കാണുന്ന പോലത്തെ ലോക്കൽ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം ഈ ഫോണിലെ ടച്ച് സെൻസിറ്റിവിറ്റി ആണ്. നമ്മളൊരു അത്യാവശ്യം ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ഫോണിൽ ഒരു 10000 രൂപയ്ക്ക് മേളിലുള്ള ഫോണിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് അതേ ഡിസ്പ്ലേ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ കംപ്ലൈൻറ്റ് ആയിട്ട് പറയാനുള്ള കുറച്ച് ബ്രൈറ്റ്നസ് കുറഞ്ഞൊരു ഡിസ്പ്ലേ എന്ന് എനിക്ക് തോന്നി. കുറച്ച് വെയിലുള്ള സാഹചര്യത്തിൽ നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഡിസ്പ്ലേ കാണാനായിട്ട് കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രൈറ്റ് ആയിട്ട് നോക്കുമ്പോൾ കുഴപ്പമില്ല, സൈഡിൽ നിന്നൊക്കെ കാണുമ്പോഴത്തേക്കും വ്യൂയിങ് ആംഗിൾസ് കുറച്ച് പ്രശ്നമാണ്. പക്ഷേ ഇൻഡോറിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ യൂസ് ചെയ്യാൻ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് വന്നിരിക്കുന്നത്. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പാനലാണ്, പക്ഷേ നമുക്ക് കുറച്ച് ബ്രൈറ്റ്നസ് കുറവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വരുന്ന MediaTekന്റെ ഹീലിയോ G35 എന്നൊരു പ്രോസറാണ് വരുന്നത്. നമുക്ക് ഈ ഹീലിയോ G35 എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് പ്രോസറാന്ന് പറയാം. ഗെയിമിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ എൻഡ് ഗെയിമിംഗ് കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷേ ഒരു PUBG കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ സെറ്റിംഗ്സിൽ കളിക്കാം. അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയോ ഫ്രീ ഫയർ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോ സെറ്റിംഗ്സിൽ കളിക്കാം. ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യമാണ് ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ്. ഇതിൽ നമുക്ക് 5000 mAh ആണ് ബാറ്ററി വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ വരുന്നില്ല, സാധാരണ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിലെന്തായാലും നമുക്കൊരു സ്ക്രീൻ ഓൺ ടൈം 8 തൊട്ട് 10 മണിക്കൂർ വരെ കിട്ടും. ഒരു സാധാരണ നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിലും എന്ത് വന്നാലും 1.5 ദിവസം മുതൽ 2 ദിവസം വരെ ഷുവറായിട്ടും കിട്ടും. ഒരു ഗെയിം കളിക്കുന്ന ആളാണ്, അത്യാവശ്യം നല്ല ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിലും ഒരു ദിവസം നമുക്ക് ഷുവറായിട്ടും കിട്ടും. ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 3 ക്യാമറ ആണ് വരുന്നത്. ഇതിൽ മെയിൻ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 MP ആണ്. അതുപോലെ തന്നെ 2 MP വരുന്ന മാക്രോ ലെൻസും 2 MP വരുന്ന ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഫോട്ടോസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം ഡെപ്തോട് കൂടിയ ഫോട്ടോസാണ്. അതിപ്പോൾ മാക്രോ ഷോട്ടുകളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ സെൽഫി ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറാക്കി എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസ് ആയിക്കോട്ടെ, നമുക്കെല്ലാം മികച്ച ഫോട്ടോസാണ് ലഭിക്കുന്നത്. ഒരു 7500 രൂപയുടെ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസാണ് നമുക്ക് കണ്ടാൽ പറയില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോയാണ് നമുക്ക് കിട്ടുന്നത്. ഇൻഡോറിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ കുറച്ച് സോഫ്റ്റ് ആണെന്ന് തന്നെ പറയാം. നമുക്ക് അത്യാവശ്യം വെട്ടം കുറഞ്ഞ സാഹചര്യത്തിൽ എടുക്കുന്ന ഫോട്ടോസ് അത്ര നല്ലതല്ല. ഇതിലെ ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ എടുക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസാണ്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 7500 രൂപ അല്ലെങ്കിൽ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റുള്ള ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്യാമറ ആണെന്ന് തന്നെ പറയാം. ഇതിലെടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല ഫോട്ടോസ് ആണെന്ന് പറയാം. ഒരു 10000 രൂപയ്ക്ക് മേളിലുള്ള ഫോണിലെടുക്കുന്ന അതേ ക്വാളിറ്റിയുള്ള ഫോട്ടോസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിലെനിക്ക് ബാക്ക് ക്യാമറയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സെൽഫി ക്യാമറയാണ്. അത്യാവശ്യം നല്ല സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ക്യാമറ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് 3 ക്യാമറയുണ്ട്, വളരെ മികച്ച ക്യാമറയാണ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഫോൺ എടുക്കരുത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടും. വളരെ മികച്ച ക്യാമറ എന്നൊന്നുമില്ല, ഒരു ആവറേജ് ക്യാമറ അത്രേ ഉള്ളൂ. നമുക്കിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 1080p വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതങ്ങനെ വീഡിയോഗ്രാഫിക്ക് പറ്റിയൊരു ഫോണാണെന്ന് ഞാൻ പറയില്ല. സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ കണക്കാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിനകത്ത് Gcam സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ഗൂഗിളിൻ്റെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഫോണിൻ്റെ കുറച്ച് അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് FM റേഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ LED നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഫോണിൻ്റെ നെറ്റ്വർക്ക് റിസപ്ഷനോ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മൈക്ക് അത്യാവശ്യം നല്ല മൈക്കാണ്. ഞാൻ കോൾ വിളിച്ച് നോക്കിയിട്ട് അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ആരും തന്നെ പറഞ്ഞില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മൈക്കാണ്. നമുക്ക് കേൾക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലൗഡായിട്ട് കേൾക്കുകയും ചെയ്യാം.
നെറ്റ്വർക്കൊക്കെ കുറവുള്ള സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്ന വൈഫൈ കോളിംഗ് ആണ്. ഇതിനകത്ത് ഇപ്പോൾ വൈഫൈ കോളിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ആകെ ഫേസ് അൺലോക്ക് മാത്രമേ ഉള്ളൂ, ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നില്ല. നമുക്ക് 5000 mAh ബാറ്ററിയാണ് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഇതിനകത്ത് വരുന്നത് സാധാരണ ചാർജറാണ്, നോർമൽ ചാർജറാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഫോണിൽ നിന്ന് ചാർജ് ചെയ്ത് ഫുള്ളാക്കി എടുക്കാനായിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. ഫോണിന്റെ യൂസർ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MIUI 12 ആണ് വരുന്നത്. നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള ഫോണാണ്, ലാഗോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറി പോകുന്നൊന്നും പേടിക്കേണ്ട, എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. MIയുടെ ഒക്കെ ഫോൺ വാങ്ങിയിരുന്ന ആൾക്കാരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എവിടെ ഓപ്പൺ ചെയ്താലും കൂടെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ MI 12 നമുക്ക് പരസ്യങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോൺ നമുക്കൊരു ആഡ് ഫ്രീ ആയിട്ടുള്ള ഫോണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡോ കാര്യങ്ങളൊന്നും തന്നെ, ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2ാമത്തെ ദിവസമാണിത്. ഇതുവരെ ഒരു ആഡോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റുള്ള ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോൺ ഇതാണ്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫോൺ ഇതാണ്. മറ്റുള്ള ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് മികച്ച ക്യാമറ കിട്ടുന്ന ഫോൺ ഇതാണ്. എനിക്ക് ആകെ ഒരു പോരായ്മ തോന്നി ഇതിന്റെ ഡിസ്പ്ലേ മാത്രമാണ്. ഡിസ്പ്ലേ അത്ര ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ ആണെന്നല്ല, യൂസ് ചെയ്യാനൊക്കെ വളരെ സ്മൂത്ത് ആണ് കാര്യങ്ങളൊക്കെ. പക്ഷേ കുറച്ച് ബ്രൈറ്റ്നസ് കുറഞ്ഞ ഡിസ്പ്ലേ ആണെന്ന് എനിക്ക് തോന്നി. പക്ഷേ വേറൊന്നും നെഗറ്റീവായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 9000 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ ഫോൺ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.